രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളിൽ ഒന്നായ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ നിർണായകമായ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി വിചാരണ കാത്തുകഴിഞ്ഞ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ കോടതി ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവരുടെ ജാമ്യം നിഷേധിച്ചപ്പോൾ കൂട്ടുപ്രതികളായ 5 പേർക്ക് ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാർ, അഞ്ജാരിയ എന്നിവർ ഉൾപ്പെട്ട 2 അംഗ ബെഞ്ചാണ് ഈ ചരിത്രപരമായ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 5 വർഷത്തോളമായി വിചാരണ പോലും ആരംഭിക്കാതെ തടവിൽ കഴിയുകയാണെന്ന പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം തള്ളിക്കൊണ്ടാണ് ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനും ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് കോടതി വ്യക്തമാക്കിയത്. വിചാരണ വൈകുന്നത് മാത്രം ഒരാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണമല്ലെന്നും കോടതി നിരീക്ഷിച്ചു. 1 വർഷത്തിന് ശേഷം പുതിയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇവർക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്ക് ജാമ്യം ലഭിച്ചത് പ്രതിഭാഗത്തിന് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. 9 പേർ നൽകിയ ഹർജികളിൽ 7 പേരുടെ കാര്യത്തിലാണ് കോടതി ഇപ്പോൾ അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ ശക്തമായ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും ജാമ്യം നിരാകരിച്ചത്. ഇവർക്കെതിരെ ഡൽഹി പോലീസ് ഹാജരാക്കിയ തെളിവുകൾ ഗൗരവകരമാണെന്നും കലാപത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ഇവർക്ക് നേരിട്ട് പങ്കിടുന്ന ഹൈക്കോടതി നിരീക്ഷണം ശരിയാണെന്നും സുപ്രീം കോടതി വിലയിരുത്തി. രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളും UAPA നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തപ്പെട്ട ഇവർക്ക് ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്ന പോലീസിന്റെ വാദം കോടതി മുഖവിലക്കെടുത്തു. ഡൽഹി JNUവിലെ മുൻ വിദ്യാർത്ഥി നേതാവായ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ സെപ്റ്റംബർ 2 ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളം ജനാധിപത്യപരമായ സമരം മാത്രമാണ് തങ്ങൾ നടത്തിയതെന്നും വിദ്വേഷ പ്രസംഗങ്ങളോ കലാപത്തിന് ആഹ്വാനം നൽകുന്ന പ്രവൃത്തികളോ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നുമാണ് കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ് തുടങ്ങിയ പ്രമുഖ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ സമരം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്ന് മറിച്ച് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെ രാജ്യ തലസ്ഥാനത്തെ സ്തംഭിക്കാനും വർഗീയ കലാപം അഴിച്ചുവിടാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നിയമ പോരാട്ടത്തിനിടയിൽ കേസ് വലിയൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയ വിവാദത്തിലേക്കും വഴിമാറിയിട്ടുണ്ട്. ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മന്ദാനി ഉമർ ഖാലിദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കത്തയച്ചതാണ് BJPയെ ചൊടിപ്പിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും നീതിന്യായ വ്യവസ്ഥയിലും വിദേശി ഇടപെടുന്നു എന്നാരോപിച്ച് BJP ദേശീയ നേതൃത്വം ശക്തമായി രംഗത്തെത്തി. ഭാരതത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ സഹായം ലഭിക്കുന്നുവെന്നും നമ്മുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും BJP വക്താവ് ഗൗരവ് ഭാട്ടിയ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ രാജ്യം ഇത്തരം ബാഹ്യ ഇടപെടലുകളെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ജനാധിപത്യത്തെക്കുറിച്ചും നീതിന്യായത്തെക്കുറിച്ചും പുറത്തുനിന്നുള്ളവർ ചോദ്യങ്ങൾ ഉയർത്തേണ്ടതില്ലെന്നും ഇന്ത്യൻ ജനതയ്ക്ക് സുപ്രീം കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ രാഷ്ട്രീയ വാക്പോര് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. UAPA നിയമം ചുമത്തപ്പെട്ട കേസുകളിൽ വിചാരണ വൈകുന്നത് പ്രതികളുടെ മൗലികാവകാശ ലംഘനമാണോ എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ കേസിൽ കുറ്റാരോപിതർക്കെതിരെയുള്ള ആരോപണങ്ങളുടെ കാഠിന്യം വിചാരണ വേളയിലെ കാലതാമസത്തേക്കാൾ വലുതാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പ്രസംഗങ്ങൾ ജനങ്ങളെ പ്രകോപിപ്പിക്കാനും രാജ്യസുരക്ഷയെ അപകടത്തിലാക്കാനും ഉദ്ദേശിച്ചുള്ളതാണെന്ന് ഡൽഹി പോലീസ് കോടതിയിൽ തെളിവുകൾ നിർത്തുകയും ചെയ്തു. ഉമർ ഖാലിദിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും പണം എത്തിയ സ്രോതസ്സുകളെക്കുറിച്ചും പോലീസ് പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയമായ കാരണങ്ങളാൽ തങ്ങളെ ക്രൂശിക്കുകയാണെന്നാണ് പ്രതികൾ വാദിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധം നടത്താനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും ആ അവകാശത്തെയാണ് UAPA ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതെന്നും പ്രതിഭാഗം കോടതിയിൽ ആവർത്തിച്ചു. സുപ്രീം കോടതിയുടെ ഈ വിധി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും. 5 വർഷമായി വിചാരണ തുടങ്ങാത്ത സാഹചര്യത്തിലും ജാമ്യം നിഷേധിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. എന്നാൽ ഭീകരവാദ വിരുദ്ധ നിയമങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കോടതി കാണിക്കുന്ന ജാഗ്രതയെ മറ്റൊരു വിഭാഗം സ്വാഗതം ചെയ്യുന്നു. ഡൽഹി ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളിൽ സുപ്രീം കോടതി ശരിവെച്ചത് അന്വേഷണ ഏജൻസികൾക്ക് വലിയ കരുത്തായി മാറിയിരിക്കുകയാണ്. വിചാരണ ഇനിയും വൈകുകയാണെങ്കിൽ അത് പ്രതികൾക്ക് അനുകൂലമായ സാഹചര്യമായി മാറുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയവും നിയമവും അന്താരാഷ്ട്ര നയതന്ത്രവും ഒത്തുചേരുന്ന ഈ കേസ് ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി മാറിയിരിക്കുകയാണ്. ജാമ്യം ലഭിച്ചവർക്ക് പുറത്തിറങ്ങാമെങ്കിലും കർശനമായ ഉപാധികൾ കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാനോ വിചാരണ തടസ്സപ്പെടുത്താനോ പാടില്ലെന്നും രാജ്യം വിട്ടുപോകാൻ അനുവാദമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഉമർ ഖാലിദിനും
ഷർജീലിനും ജാമ്യം നിഷേധിക്കപ്പെട്ടത് അവരുടെ കുടുംബങ്ങളെയും അനുയായികളെയും കടുത്ത നിരാശയിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ്. വിചാരണ കോടതിയിൽ ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും 10,000-കണക്കിന് പേജുകളുള്ള കുറ്റപത്രവും 100-കണക്കിന് സാക്ഷികളുമുള്ള കേസിൽ വിധി വരാൻ ഇനിയും വർഷങ്ങളെടുത്തേക്കാം.